ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എറൗണ്ടസ് പി എസ് സിയുടെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 28 പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ പോയിന്റ്, അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം ഏതാണ്? തായ്ലൻഡാണ് അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയത്. അടുത്ത ചോദ്യം, ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ ഏതാണ്? ഉത്തരം പരവൂർ. പരവൂറാണ് ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ. അടുത്ത ചോദ്യം, 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ രാജീവ് ഗാന്ധി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കും. അടുത്ത ചോദ്യം, ICC പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ജസ്പ്രീത് ബുംറ. ബുംറയാണ് ICC പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ICC വനിതാ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആരാണ്? അമേലിയ കെർ ആണ് ICC വനിതാ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരുഷന്മാരിൽ അസ്മത്തുള്ള ഒമർ സായിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആരാണ്? സ്മൃതി മന്ദാന. 2024 ICC T20 പുരുഷ ക്രിക്കറ്റർ ആരാണ്? അർഷ്ദീപ് സിംഗ് ആണ് 2024 ICC T20 പുരുഷ ക്രിക്കറ്റർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ICC T20 വനിതാ ക്രിക്കറ്റർ ആരാണ്? അമേലിയ കെർ തന്നെയാണ് ICC T20 വനിതാ ക്രിക്കറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടത്. എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് പുരുഷന്മാരിൽ കമിന്ദു മെൻഡിസിനാണ് പുരുഷ എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വനിതാ എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആരാണ്? അനേറി ഡക്സൺ ആണ് വനിതാ എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. അടുത്ത പോയിന്റ്, എയ്റോ ഇന്ത്യയുടെയും ഏവിയേഷൻ എക്സിബിഷൻ്റെയും 2025 പതിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ബാംഗ്ലൂരുവിലെ യലഹങ്കയാണ് എയ്റോ ഇന്ത്യയുടെയും ഏവിയേഷൻ എക്സിബിഷൻ്റെയും 2025 പതിപ്പിന് വേദിയാകുന്നത്. 15-ൽ പരം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ബാംഗ്ലൂരുവിലെ യലഹങ്കയിലാണ്. അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി. ഓസ്ട്രേലിയൻ ഡഫ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് തുടർച്ചയായി വിജയം കരസ്ഥമാക്കിയത് പൃഥ്വി ശേഖറാണ് ഓസ്ട്രേലിയൻ ഡഫ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി വിജയം കരസ്ഥമാക്കിയത്. അടുത്ത ചോദ്യം, മോട്ടോർ സൈക്കിളിൽ 12 അടിയുള്ള ഗോവണി കുത്തി നിർത്തി അതിൽ കയറി നിന്ന് രാഷ്ട്രപതിക്ക് പെൺ സല്യൂട്ട് നടത്തി റെക്കോർഡ് നേടിയത് ഡെയർ ഡെവിൾസ് സിഗ്നൽ കോർപ്സിലെ ക്യാപ്റ്റൻ ഡിംപിൾ സിംഗ് ഭാട്ടിയ. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം സന്തോഷ് കുമാറാണ് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം 2024 അർഹനായത്. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് ആരാണ്? വി ഗീതയാണ് 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത്. ഉച്ചഭാഷിണിയുടെ ഉപയോഗം ഒരു മതത്തിൻ്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം.